ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായി നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിലെ 209ാമത്തെ ദിവസമാണ്. ഇന്ന് 580ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം: നിനവയിലെ നിലവിളി ഇന്ന് നമുക്ക് ആവശ്യമല്ലേ? നിനവയിലെ നിലവിളി ഇന്ന് നമുക്ക് ആവശ്യം അല്ലേ? ഇസ്രായേൽ ജനതയുടെ സങ്കുചിത ദേശീയ ബോധത്തിനും സ്വത്വവിചാരത്തിനും എതിരെയുള്ള യോനാ പ്രവചനം ദൈവത്തിന്റെ സാർവത്രിക രക്ഷാപദ്ധതി വിളംബരം ചെയ്യുന്നു. അകൃത്യങ്ങൾ നിറഞ്ഞ മഹാനഗരമായ നിനവെ വീണ്ടെടുക്കുന്നതിനുള്ള നിയോഗത്തെ തിരസ്കരിച്ച യോനായുടെ വിമോചന ചരിത്രം ദൈവ സ്നേഹത്തിന്റെ സാർവത്രിക സദ്വാർത്തയാണ്. വിശ്വസിക്കുക, അനുദപിക്കുക, ദൈവത്തിലേക്ക് തിരിയുക എന്ന സന്ദേശമാണ് ഇതിൽ പ്രതിധ്വനിക്കുന്നത്. എഴുന്നേൽക്കുക, പുറപ്പെടുക, പ്രസംഗിക്കുക, മാനസാന്തരപ്പെടുക തുടങ്ങിയവയും ദൗത്യ നിർവഹണത്തെ ത്വരിതപ്പെടുത്തുന്ന ദർശനങ്ങളാണ്. അമിത്തായുടെ മകനായ യോനായിൽ കൂടി കാലദേശാതീതമായ വിമോചനത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും കഴിയുന്ന യോനായുടെ അടയാളത്തെ യേശു പുനർവായിച്ചത് യോനായുടെ ചരിത്രത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. യേശുവിന്റെ രക്ഷണ്യാവൃത്താന്തത്തിന്റെ ദൃഷ്ടാന്തമാണിത്. ദൈവീകതയിലേക്ക് തിരിഞ്ഞ് ധാർമ്മികവും വിശുദ്ധവുമായി ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇന്ന് പ്രഖ്യാപിക്കുന്നു. പ്രവാചകനായ യോന ദൈവീക അടിയുള്ളപ്പാട് തിരസ്കരിക്കുന്നതിന്റെ അനർത്ഥ ഫലങ്ങളാണ് 4 അധ്യായങ്ങളിലും 48 വാക്യങ്ങളിലുമായി പ്രതിപാദിക്കുന്നത്. ദൈവവിളിയും നിയോഗവും നിഷേധിച്ച് തർസീസിലേക്ക് കപ്പൽ കയറുന്ന യോന കപ്പലിന്റെ അടിത്തട്ടിലേക്കും കടലിലേക്കും മത്സ്യത്തിന്റെ വയറ്റിലേക്കും അകപ്പെടുന്നത് വീഴ്ചയുടെയും തകർച്ചയുടെയും ദുരന്ത യാത്രയാണ്. മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും ഉള്ള യോനായുടെ നിലവിളിയും സ്തോത്ര സങ്കീർത്തനവും വെളിപ്പെടുത്തുന്നത് യോനായുടെ സമർപ്പണവും ഏറ്റുപറച്ചിലും വീണ്ടെടുപ്പുമാണ്. 40 ദിവസം കഴിഞ്ഞാൽ നിനവെ നശിക്കുമെന്ന പ്രവചനം നിനവേക്കാർ സ്വീകരിക്കുകയും ദൈവത്തോട് നിലവിളിച്ച് രക്ഷപ്രാപിക്കുകയും ചെയ്യുന്ന കാഴ്ച ദൈവവചനത്തിന്റെ സാമൂഹ്യ പരിവർത്തനമാണ്. നിനവയിലെ ദൗത്യ നിർവഹണ ശേഷം നിരാശനായ യോനായുടെ വിചാരശീലങ്ങളെ തിരുത്തുന്ന ദൈവീക ഇടപെടൽ അഭ്യുദാത്തമത്രേ. മത്സ്യത്തിന്റെ ഉള്ളിൽ നടത്തിയ നിലവിളിയും സമർപ്പണവും പിന്നീട് പ്രവാചകൻ സ്വാർത്ഥ ചിന്തയാലും യഹൂദ മൗലികതയാലും വിസ്മരിക്കുന്നു. കപ്പൽ യാത്രക്കാരുടെ വിചാരണയിൽ അകപ്പെടുന്ന യോനായുടെ ബോധ വിചാരങ്ങൾ ആത്യന്തികമായി വിചാരണ ചെയ്ത് സ്ഫുടം ചെയ്യുന്നത് ദൈവീക ഇടപെടൽ മുഖേനയാണ്. നിസ്സഹായനായി മത്സ്യത്തിന്റെ വയറ്റിൽ ദൈവത്തോട് നിലവിളിക്കുന്ന യോനായും നിനവയിൽ ദൈവവുമായി സംവാദം നടത്തുന്ന യോനായും വിരുദ്ധ നിലപാടുകളുടെ നേർക്കാഴ്ചകളാണ്. പശ്ചാത്താപത്തിന്റെയും ആത്മീയതയാണ് നിനവെ ഉന്മൂലമാക്കും എന്ന യോനായുടെ പ്രഖ്യാപനമാണ് അവർ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഇടയാക്കിയത് എന്ന് നമുക്ക് ഈ വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. നിനവയിലെ വലിയവരും ചെറിയവരും ഒരുപോലെ ആത്മതപനത്തിലെത്തി. ദൈവത്തിങ്കിലേക്ക് നോക്കി ജനങ്ങളുടെ പ്രതികരണം രാജാവ് അറിഞ്ഞപ്പോൾ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിൽ ഇരുന്നു. മനുഷ്യരും മൃഗങ്ങളും ഒരു വസ്തുവും ആസ്വദിക്കരുതെന്ന ഏവരും ദുർമാർഗവും സാഹസവും വിട്ട് മനം തിരിയണം എന്നുമുള്ള രാജാവിന്റെ വിളംബരം സമഗ്രമായ പശ്ചാത്താപത്തിന് വഴിയും വെളിച്ചവും പകർന്നു. ജീവിതത്തിന്റെ സമഗ്രമായ പുതുക്കവും നവീകരണവുമാണ് ഈ രാജവിളംബരം. ആത്മാർത്ഥമായ പശ്ചാത്താപവും പ്രായശ്ചിത്തവും നിലവിളിയും നടത്തിയ നിനവേക്കാർ ദൈവകരുണയിൽ ആശ്രയിച്ചു. പരസ്പര ശത്രുതയും കലഹവും ദീർഘീർണതയും പുലർത്തിയ നിനവേ ജനത അനുദപിച്ചപ്പോൾ ദൈവം പകർന്നത് സ്നേഹവും കരുണയും പാപക്ഷമയുമാണ്. പ്രതിസന്ധികളെ ദൈവികമായി നേരിട്ട രാജാവും പ്രവചനവും വിളംബരവും അനുസരിച്ച ജനതയും പകരുന്ന ആത്മീയതയിൽ വിമോചനത്തിന്റെ ആത്മാവുണ്ട്. ജീവന്റെ സംരക്ഷണവും പരിപോഷണവുമുണ്ട്. പരസ്പരാശ്രിതത്വവും വിശ്വസ്തമായ ഇടപെടലും എല്ലാ തലങ്ങളിലും നീതിപൂർവം ഉണ്ടാകുന്നു.
കാലദേശാതീതമായി മനുഷ്യരെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്ന ഈ വിമോചന ദർശനത്തിൽ ദൈവ മനുഷ്യബന്ധം രൂഢമൂലമാകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകനെ വിഴുങ്ങുവാൻ ശേഷിയുള്ള മഹാമത്സ്യവും ദുഷ്ടതയും അധർമ്മവും നിറഞ്ഞ നഗരവും പുതിയ കാലത്തിന്റെ അടയാളമാണ്. രാജവസ്ത്രം ധരിക്കുവാൻ ശേഷിയില്ലാത്ത ഭരണകർത്താക്കളും ദുർമാർഗവും സാഹസവും വിട്ട് അനുദപിക്കുവാൻ കഴിയാത്ത വിശ്വാസ സമൂഹവും വിളിച്ചറിയിക്കുന്നത് സമകാലീന ജീവിത ശൈലിയാണ്. ഭൗതിക സുഖങ്ങളുടെ ആസക്തിയും ആസ്വാദനവും നിഷേധിക്കുവാനോ പരിത്യജിക്കുവാനോ കഴിയാത്തതും ആത്മീയതയുടെ ജീർണതയാണ്. പ്രവാചക ധർമ്മം വിസ്മരിച്ച യോനാ സൃഷ്ടിച്ച അസഹിഷ്ണുതയും സങ്കുചത്വവും മോറോക്ഷവും ആധ്യാത്മികതയുടെ തകർച്ചയാണ്. വിശാല കാഴ്ചപ്പാടും അനുതാപവും കണ്ണുനീരും ഉൾക്കൊണ്ട് ദൈവീകതയിൽ വളരുന്ന സമൂഹത്തെ തിരസ്കരിച്ച നിഷേധ സമീപനമാണ് യോനായിൽ ശക്തിപ്പെട്ടത്. എന്നാൽ കൃത്യസമയത്തുണ്ടായ ദൈവീകമായ ഇടപെടൽ യോനായെയും മനസാന്തരപ്പെടുത്തി. അതിനാൽ യഥാർത്ഥമായ ദൈവീക ആഭിമുഖ്യങ്ങളും ഇടപെടലുകളും നിരന്തരം അനിവാര്യമാണ്. ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ ആദര സ്നേഹം സാർവത്രികമായി പങ്കിടുവാൻ കഴിയണം എന്നതാണ് യോനായ്ക്ക് നൽകുന്ന ജീവിതപാഠം. മതമൗലികവാദവും ഭീകരതയും ഫാസിസവും ശക്തിപ്പെടുന്ന രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ സാർവത്രിക സ്നേഹവും കരുണയും നീതിയും വെളിപ്പെടുത്തണം. വ്യക്തിയെയും സമൂഹത്തെയും രൂപാന്തരപ്പെടുത്തുവാനുള്ള ധാർമ്മിക ശേഷിയും പ്രവാചക കാഴ്ചപ്പാടുകളും ഉണ്ടാകുമ്പോഴാണ് ആധ്യാത്മികതയ്ക്ക് സാമൂഹിക ദർശനം ലഭ്യമാകുന്നത്. ആരാധനയും വ്രതനിഷ്ഠയുമുള്ള സുശിക്ഷിത ജീവിതക്രമങ്ങളിൽ മാത്രമേ ആത്മരൂപാന്തര സ്വഭാവവും സാമൂഹിക പരിവർത്തന ദർശനവും സമന്വയിക്കുകയുള്ളൂ. ദൈവത്തെ സമ്പൂർണമായി അനുഭവിച്ചറിഞ്ഞ് ക്രിസ്തീയ വിശ്വാസത്തിലും മൂല്യത്തിലും ധാർമ്മികതയിലും ജീവിതത്തെ അനുദിനം ക്രമപ്പെടുത്തി ചിന്തയിലും പ്രവൃത്തിയിലും ക്രിസ്തീയത നിർവഹിക്കുവാൻ കഴിയുന്നതാകണം ആധ്യാത്മികത. നാം ഓരോരുത്തരും നല്ല രീതിയിൽ, അതായത് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞതായ രീതിയിൽ നാം മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഒരു രൂപാന്തരം പ്രാപിച്ച് ആത്മീയതയിൽ ജീവിച്ച് ദൈവത്തെ അറിഞ്ഞ് അവൻ്റെ തൃപ്പാദത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ സ്വർഗീയ സുഖം ഈ ലോകത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ ഒരു സ്ഥാനം അവന് ലഭിക്കുകയും ചെയ്യും. അതിനായിട്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് സ്നേഹത്തിലും പരിത്യാഗത്തിലും നിറഞ്ഞ ക്രൂശിന്റെ അനുഭവത്തിലൂടെ വിശുദ്ധിയിലേക്ക് വളർച്ചയാണ് യഥാർത്ഥ ആത്മീയത എന്ന് മനസ്സിലാക്കി നോമ്പ് നോക്കേണ്ടതുണ്ട്. നോമ്പിന്റെ 2 ചിറകുകളാണ് ഉപവാസവും പ്രാർത്ഥനയും. അത് നിരന്തരമായി പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവം അവനോടൊപ്പം ഉണ്ടാവുകയും അവൻ ദൈവാനുഗ്രഹം പ്രാപിച്ച് ഈ ലോകത്തിൽ തന്നെ സ്വർഗീയ സുഖം അനുഭവിക്കുകയും ചെയ്യുവാൻ അവന് സാധിക്കുമെന്നുള്ളത് നമ്മുടെ പിതാക്കന്മാരുടെ അനുഭവത്തിൽ നിന്നും അവർ പറഞ്ഞിരിക്കുന്നതായ ആ കാര്യങ്ങളിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതൊക്കെയും കൃത്യമായി നാം മനസ്സിലാക്കി അതിന് പ്രകാരം പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ സംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.